അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 37 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. അനേക വഴികൾ ഭൂമിയിലുണ്ട്, എന്നാൽ ആ വഴികളെല്ലാം ചെന്നു ചേരുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. കോട്ടയത്തേക്ക് പോകുന്ന ഒരു വ്യക്തി പിറവത്തു നിന്ന് കോഴിക്കോട് ബസ്സിൽ കയറിയാൽ അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ചെന്നെത്തുവാൻ കഴിയും, എന്നാൽ കോട്ടയത്ത് എത്തുവാൻ കഴിയുകയില്ല. എന്നതുപോലെ തന്നെ ജീവിതയാത്രയിൽ നമുക്ക് ലക്ഷ്യം കാണണമെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടി വരും എന്നതിന് സംശയവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കാരണം തെറ്റുകൾ ചെയ്യരുതെന്നും ഏതെല്ലാമാണ് തെറ്റുകളുടെ പട്ടികയിൽ ഉള്ള കാര്യങ്ങളെന്നും ബൈബിൾ അല്ലാതെ ഒരു പുസ്തകമോ യേശു അല്ലാതെ മറ്റാരെങ്കിലുമോ പഠിപ്പിച്ചിട്ടില്ല. അഥവാ പഠിപ്പിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. കാരണം പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തികൾ പാപം ചെയ്യാതെ ജീവിക്കണമല്ലോ. പാപത്തെ വെറുക്കുന്ന പുസ്തകവും പാപത്തിനെതിരെ പ്രസംഗിക്കുന്ന പുസ്തകവും ബൈബിൾ മാത്രമാണ്. അതുപോലെ തന്നെ പാപത്തെ വെറുക്കുന്നവനും പാപത്തിനെതിരെ പ്രസംഗിക്കുന്നവനും കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിൻ്റെ ആത്മാവുള്ളവർക്ക് പാപത്തിനെതിരെ പ്രസംഗിക്കുവാനേ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകുമെന്ന് സദൃശവാക്യങ്ങൾ 19 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 21 25 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേ വാക്യം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഇൻ ദോസ് ഡേയ്സ് there was no king in Israel. Everyone did what was right in his own eyes എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോധിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞാൽ ബോധിച്ചതുപോലെ ചെയ്തു, ബോധിച്ചതുപോലെ ജീവിച്ചു, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ ജീവിച്ചു എന്നെല്ലാമാണ് അർത്ഥം. രാജാവ് ഇല്ലാതിരുന്നതിനാൽ രാജാവിൻ്റെ പ്രമാണം അനുസരിക്കാതെ ജീവിച്ചു എന്നും അതിന് അർത്ഥമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ യഹോവയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക എന്നാണ് അർത്ഥം. തന്നെയുമല്ല, ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് അത് മാറ്റിത്തരും എന്ന് വിശ്വസിച്ച് യേശുവിന് വേണ്ടി അഥവാ യഹോവയാ ദൈവത്തിനു വേണ്ടി കാത്തിരുന്ന് അവനെ തന്നെ ആശ്രയിക്കുക എന്നാണ് 37 സങ്കീർത്തനം 5 വാക്യത്തിൽ കൂടി ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. യേശു പറഞ്ഞു, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 24 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൽ കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും തീർത്തു തരുവാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. നാം നടക്കുന്നത് യേശുവിൻ്റെ വഴിയിൽ ആണെങ്കിൽ, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശു കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് ആണെങ്കിൽ സംശയം വേണ്ട, ചെന്നെത്തുന്നത് ലക്ഷ്യത്തിലായിരിക്കും. പരാജയ ഭീതി അവർക്ക് നേരിടുകയില്ല. തങ്ങൾക്ക് ബോധിച്ച വഴിയിൽ കൂടി ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ചവർ വലിയ പ്രതിസന്ധികളിൽ എത്തിയിട്ടുണ്ട്. ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ച് മരിച്ചവർ നഷ്ടമാക്കി കളഞ്ഞത് അവരുടെ നിത്യജീവനാണ്. നിത്യജീവൻ നഷ്ടപ്പെടുത്തിയവർ ചെന്നെത്തുന്നത് ആദ്യം യാതനാസ്ഥലത്തും പിന്നീട് ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലുമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 37 സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. 37 സങ്കീർത്തനം 1 വാക്യത്തിൽ താൻ പറയുകയാണ്, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. തൻ്റെ ജീവിതത്തിൽ തനിക്കെതിരെ പല വ്യക്തികളും ദോഷം ചെയ്തു. ദാവീദിന് വേണമെങ്കിൽ അവരെ തോൽപ്പിക്കുവാൻ ദൈവവഴിയിൽ നിന്നും മാറി പോകാമായിരുന്നു. അവൻ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു വഴിയും തന്നെ ഞെരുക്കുന്നവർക്കെതിരെ പ്രയോഗിച്ചില്ല. ശൗൽ അതിനെക്കുറിച്ച് ദാവീദിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ആരെങ്കിലും തൻ്റെ ശത്രുക്കളെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാതെ വിടുമോ? 1 ശമൂവേൽ 24 19 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിടുമോ?
നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. 1 ശമൂവേൽ 24 അധ്യായം 18, 19 വാക്യങ്ങളാണ് നാം കേട്ടത്. ശൗൽ രാജാവ് ദൈവത്തിന് ബോധിച്ച പുരുഷനായ ദാവീദിനോട് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. ദാവീദ് തൻ്റെ വഴിയിലാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ തൻ്റെ കയ്യിലുള്ള ഗോലിയാത്തിൻ്റെ വാൾ കൊണ്ട് ശൗലിൻ്റെ കഴുത്ത് ഛേദിക്കുമായിരുന്നു. എന്നാൽ ദാവീദ് തൻ്റെ വഴി യഹോവയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നതിനാൽ അരുതാത്ത വഴിയിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി നിലവിളിക്കുവാൻ തുടങ്ങും. നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഏതെങ്കിലും വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഓർക്കുക, നമ്മുടെ മനുഷ്യാത്മാവിനോടുള്ള ദൈവാത്മാവിൻ്റെ സംഭാഷണമാണത്. നാം അതിനെ ലംഘിച്ച് മുന്നേറിയാൽ ചെന്ന് വീഴുന്നത് ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലായിരിക്കുമെന്ന് നാം മറന്നു പോകരുത്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്ന സമയത്ത് നാം നിരപ്പ് പ്രാപിക്കാമെങ്കിൽ നമ്മുടെ കണ്ണ് ഈറൻ അണിയുന്നതും ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു വരുന്നതും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. നമ്മുടെ ആത്മാവിനോടുള്ള ദൈവാത്മാവിൻ്റെ സംഭാഷണം, ഇടപെടൽ നാം അവഗണിച്ചാൽ നമ്മുടെ ഹൃദയം കഠിനമാവുകയും നാം വലിയ കഷ്ടത്തിലായി തീരുകയും ചെയ്യുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ആത്മാവിനോടുള്ള ദൈവത്തിൻ്റെ സംഭാഷണം തിരിച്ചറിയുവാൻ തക്കവണ്ണം ലോക ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കൂ. അവൻ നമുക്ക് നദി പോലെ സമാധാനം ഒരുക്കി തരികയും അവൻ്റെ പ്രവൃത്തിയിൽ കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് ഇട വരുത്തുകയും ചെയ്യും. ദൈവത്തിനായി കാത്തിരുന്ന ദാവീദിനെ ദൈവം ശൗലിൻ്റെ കൊലക്കത്തിയിൽ നിന്നും അബ്ശലോമിൻ്റെ വാളിൽ നിന്നും അഹിതോഫലിൻ്റെ ചതിയിൽ നിന്നും രക്ഷിച്ചു. ദാവീദ് വയസ്സ് ചെന്നവനായി തീർന്നപ്പോൾ തൻ്റെ മകനായ ശലോമോൻ ഇളം പ്രായത്തിൽ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രയേൽ ഗോത്രം 12 ഭരിക്കുന്നത് കണ്ടുകൊണ്ട് നിദ്ര പ്രാപിച്ചു. തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. എന്നാൽ ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവവഴി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം ദാനമായി കൊടുത്ത ഇസ്രയേലിൻ്റെ രാജസ്ഥാനം ദൈവത്തോട് അനുസരണക്കേടും അഹങ്കാരവും കാണിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞതിന് ശേഷവും രാജസ്ഥാനത്ത് താൻ തുടരുവാൻ ശാഠ്യം കാണിക്കുകയും തന്നെ അഭിഷേകം ചെയ്ത ശമൂവേലിനെ ഉപദ്രവിക്കുകയും തന്നെ ദൈവം അഭിഷേകം ചെയ്ത് രാജാവാക്കിയതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്തിരുത്തുവാൻ ദൈവം അഭിഷേകം ചെയ്ത ദാവീദിനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് തൻ്റെ മകനായ യോനാഥാനെ രാജസ്ഥാനം ഉറപ്പിക്കുവാൻ സ്വന്തം വഴി തിരഞ്ഞെടുത്ത ശൗലും താൻ തൻ്റെ കഴിവ് കൊണ്ട് തനിക്ക് ശേഷം തൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് തീരുമാനിച്ചത് ആർക്കു വേണ്ടിയാണോ ആ മകനായ യോനാഥാനും ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയേണ്ടി വന്നു. ദാവീദിൻ്റെ മകനായ അബ്ശലോമിനെ രാജാവാക്കിക്കൊണ്ട് സ്വന്തം മകനെ കൊണ്ട് തന്നെ ദാവീദിനെ കൊല്ലിക്കുവാൻ സൂത്രം മെനഞ്ഞ അഹിതോഫലിൻ്റെ ആലോചന ദാവീദിൻ്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവം അബദ്ധമാക്കി തീർത്തപ്പോൾ തൻ്റെ സിംഹാസനം മോഹിച്ച് തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയ അബ്ശലോം വനത്തിൽ പട്ടുപോവുകയും അബ്ശലോമിനെ കൊണ്ട് ദാവീദിനെ കൊല്ലിക്കുവാൻ സ്വന്തം വഴി തിരഞ്ഞെടുത്ത അഹിതോഫേൽ തൻ്റെ സൂത്രം നടന്നില്ല എന്ന് കണ്ടപ്പോൾ കെട്ടിഞ്ഞാന്ന് ചാവുകയും ചെയ്തു. എന്നാൽ തൻ്റെ വഴി യഹോവയെ പരമേൽപ്പിച്ച് അവൻ്റെ ആലോചനയ്ക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ യഹോവയെ കാത്തിരുന്ന ദാവീദ് 40 വർഷം ഇസ്രയേലിനെ ഭരിക്കുകയും അതിനുശേഷം നൂറ്റാണ്ടുകളോളം അവൻ്റെ സന്തതികൾ ഇസ്രയേലിൻ്റെ 2 ഗോത്രത്തിലെങ്കിലും ബാബേൽ പ്രവാസം വരെ ഭരിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ, തനിക്ക് ബോധിച്ച പുരുഷനായ ദാവീദിനെ, ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്ത ദാവീദിനെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ദാവീദിനെ മാനിച്ചു. എന്നാൽ സ്വന്തം വഴികളിൽ നടന്ന് വിജയം കൊയ്യുവാൻ തലമുറയെ രാജാവാക്കുവാൻ ശ്രമിച്ച ശൗലിൻ്റെ ഭവനക്കാരിൽ ആരും ശ്രേഷ്ഠരായില്ല. അതുപോലെ തന്നെ ദാവീദിനെ സ്വന്തം മകനെ കൊണ്ട് കൊല്ലിക്കുവാൻ ശ്രമിച്ച അഹിതോഫലിൻ്റെ കൊച്ചുമകളായ ബത്ശേബയുടെ മകൻ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുവാൻ കാത്തു നിൽക്കാതെ തൻ്റെ സ്വന്തം വഴിയിൽ യാത്ര ചെയ്ത അഹിതോഫേൽ തൂങ്ങിച്ചാകേണ്ടി വന്നു. തൻ്റെ മകനായ ഏലിയാമിൻ്റെ മകളായ ബത്ശേബയുടെ ഭർത്താവായ ഊരിയാവിനെ ദാവീദ് കൊന്ന വൈരാഗ്യം തീർക്കുവാൻ അഹിതോഫേൽ ദാവീദിൻ്റെ മകനായ അബ്ശലോമിനെ ഉപായത്താൽ വശത്താക്കിയെങ്കിലും വിജയിച്ചില്ല. എന്നാൽ ദൈവം അഹിതോഫേലിൻ്റെ കൊച്ചുമകളുടെ മകനായ ശലോമോനെ തന്നെ രാജാവാക്കി നീതി നടത്തി കൊടുത്തു. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയത്, യഹോവയ്ക്കായി കാത്തിരിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവോളം നാം അവനായി ക്ഷമയോടെ കാത്തിരിക്കണം. അഹിതോഫേൽ കാത്തിരുന്നെങ്കിൽ അത് അവൻ്റെ ഏറ്റവും ചെറിയ മകനായ ശലോമൻ രാജാവായിരിക്കുന്നത് അവന് കാണാമായിരുന്നു.
നാം കർത്താവിനായി കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടി വരുവാൻ താമസിച്ചാലും അവനെ തന്നെ കാത്തിരിക്കണം. നമ്മുടെ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ ശ്രമിച്ചാൽ നാം വലിയ പ്രതിസന്ധിയിലാകും, അപകടത്തിലാകും. നമ്മുടെ നിത്യജീവൻ പോലും അപകടത്തിലാകും. ആകയാൽ നമുക്ക് ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മുടെ വഴി യഹോവയ്ക്ക് സമർപ്പിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ പ്രതിസന്ധിയിൽ നിന്നും അവരെ രക്ഷിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്വന്തമായി സ്ഥലവും വീടും കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സമാധാനമില്ലാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനവാസികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.